കമന്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേരൊന്നല്ല, ഒരു 5-6 പേര് ചോദിച്ചിട്ടുണ്ടാവും കാലിന് നഖം പെയിന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പെഡിക്യൂർ ചെയ്തപ്പോഴും അതുപോലെ തന്നെ കൈ നഖം പെയിന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു ഇങ്ങനെ കാലിനകം പെയിന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കാലിൽ നഖത്തിൽ ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ നഖത്തിൽ മുൻപിട്ട നെയിൽ പോളിഷ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ വീണ്ടും നമ്മൾ ഇടാൻ പോകുന്നത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള റിമൂവർ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ ടിഷ്യൂ ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലേഡൊക്കെ വെച്ചിട്ട് ചിലവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചിരണ്ടി ക്യൂടെക്സ് ഒക്കെ ചിരണ്ടി കളയും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ആ ഒരു നഖത്തിൻ്റെ സ്ട്രോങ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണമാവട്ടെ അത്. അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരു നെയിൽ പോളിഷ് റിമൂവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, എനിക്ക് ഇതുപോലെ കട്ടിയുള്ള നെയിൽ പോളിഷ് ഇടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതായത് ഈ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവില്ലേ, ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ തോണ്ടിരിക്കണം, അത് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുകയില്ല. പിന്നെ പറയാനുള്ളത്, ഭയങ്കര കളറായിരിക്കും കേട്ടോ. നെയിൽ ആ ഒരു കളർ ഉണ്ടാവും, പിന്നെ നമ്മുടെ കൈ മുഴുവൻ ആ ഒരു കളറാവും. പിന്നെ നമുക്ക് ആ ഒരു ടിഷ്യൂ ഒരുപാട് ചിലവാകും കേട്ടോ. ഒരു 3-4 ടിഷ്യൂ ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടോ ആ ഒരു റിമൂവർ വെച്ചിട്ട് ഞാൻ അതൊന്ന് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തേ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാല് ഇത് മുഴുവനായിട്ടും നെയിൽ പോളിഷ് കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെയിൽ കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് ഇതും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കളർ തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ കളറാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പീച്ചോ എന്തോ ഒരു കളറാണ് കേട്ടോ, അറിയില്ല കറക്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കാലിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും അപ്ലൈ ചെയ്തത്. പക്ഷെ എന്നോട് 3-4 പേര് ചോദിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക്. എനിക്കറിയത്തില്ല, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ എന്നാലും ഒരു കുഞ്ഞു ടിപ്പ് പറയാമെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ, നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ആ ഒരു ഫിനിഷിംഗ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റ് വരുന്ന ഏരിയാസിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു നെയിൽ പോളിഷ് ഒന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇപ്പം നമ്മൾ ഫാൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ AC എല്ലാം ഓൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഇടുന്ന ആ ഒരു നെയിൽ പോളിഷ് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തോ വല്ലാണ്ട് ഒട്ടും വൃത്തിയില്ലാണ്ടായിരിക്കും കേട്ടോ നമ്മുടെ നഖം ഉണ്ടാവുക. നെയിൽ പോളിഷ് ഇങ്ങനെ കട്ടയായതിലേക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാറ്റൊന്നും വരാത്ത ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എൻ്റെ 2 കാലിലും മുഴുവനായിട്ട് നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം കേട്ടോ നഖത്തിൽ. പിന്നെ പറയാനായിട്ടുള്ളത്, ഞാനിത് ഒരു കോട്ട് മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. 2 കോട്ടാണ് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്താലാണ് ഒരു ഫിനിഷിങ് ഉണ്ടാവുക. പക്ഷെ ഞാനിത് ഒരു കോട്ടിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കളർ വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. അതായത് നമുക്ക് ചില നെയിൽ പോളിഷ് ഉണ്ടാവും, ലൈറ്റായിട്ടുള്ള നെയിൽ പോളിഷ്. അങ്ങനെ ഉള്ള നെയിൽ പോളിഷാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ഇട്ടാലാണ് കേട്ടോ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കളറാണ്. അതുകൊണ്ട് തന്നെ 2 കോട്ട് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി ഇനി ഞാൻ ഇത് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റൊരു കോട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ലോങ് ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇടയ്ക്കുന്ന പൊളിഞ്ഞ് അങ്ങനെയൊന്നും പോകില്ല കേട്ടോ. എനിക്കങ്ങനെ ലോങ് ലാസ്റ്റിങ് നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കല്ലാണെങ്കിലും ശരി, കയ്യിലാണെങ്കിലും ശരി, നെയിൽ പോളിഷ് ഇങ്ങനെ മാറ്റി ഇടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതങ്ങനെ ലോങ് ലാസ്റ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ കോട്ടിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇട്ട ആ ഒരു കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് കോട്ടായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ് കിട്ടും
പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളിട്ട ആ ഒരു നെയിൽ പോളിഷ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ഒരു ടോപ്പ് കോട്ട് ഇടുന്നത് ആ ഒരു ഗ്ലോസി ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു നെയിൽ പോളിഷിൽ. അതുകൊണ്ടാണ് ഇത് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വന്നിട്ട് ഈ ഒരു നമ്മൾ ഈ ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു നെയിൽ പോളിഷ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടോപ്പ് കോട്ടും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു നെയിൽ പോളിഷ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഇടുന്ന ആ പ്രോസസ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണ് നമ്മളിങ്ങനെ ടോപ്പ് കോട്ടൊന്നും ഇടാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യില്ല, അങ്ങനെയൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇതിടണമെന്ന്. അപ്പം ഈ ഒരു കാലിൽ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കാലിൽ ഈ ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ 2 കാലിലെ നഖത്തിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത്. ഇത് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ടെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നു അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല, നോർമലായിട്ട് ചെയ്യുന്ന പോലെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫിനിഷിങ് വന്നിട്ട്. എനിക്കിഷ്ടമായി കേട്ടോ ഈ ഒരു നെയിൽ പോളിഷ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ഇങ്ങനെ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു കളർ വന്നിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു സ്കിൻ കളറുമായിട്ട് ഇത് മാച്ച് ആവുമോ എന്നുള്ളത്. പക്ഷേ എനിക്കിഷ്ടമായിട്ട് ഈ ഒരു നെയിൽ പോളിഷ് വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.